ചാകല്ലടാ കഴിവറവനെ. എന്തൊരു നെഞ്ചുവേദന. ഓഫ്, നല്ല നെഞ്ചുവേദനയുടെ നെഞ്ചുവേദന. ഇല്ല ഞാൻ ഇരിക്കുമ്പോ സാധനം കിട്ടി. പറപ്പിക്കട്ടെ ഞാൻ. വണ്ടി കേറ്, വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. അതെ, എല്ലാരും റേഡിയോ 89 റേഡിയോ 89. ഇതിന്റെ ലിവർ എവിടെ? ഇതിന്റെ ലിവർ കാണാനല്ലോ. വണ്ടി ഓണായായിരുന്നോ? ഇതാരാ? ഹലോ, ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാൻ നിൽക്കുക. ഇല്ല ബ്രോ, ഇത് ഫാമിലി ട്രിപ്പാണ്. റൺവേന്ന് ഒന്ന് മാറിയിരിക്കണേ. റൺവേന്ന് വീശർ ഇത് ലീഫ് തട്ടും. അല്ല, ഞങ്ങളുടെ ട്രിപ്പ് പോവാ. അതെ, പ്രൊപ്പല്ലർ തറയിലടിക്കും. ഒന്ന് മാറിയിരിക്കണേ. പേടിക്കല്ലേ മോനെ. വണ്ടി ഒതുക്കട്ടാ, കഴിവായി അവനെയൊക്കെ ഉണ്ടാക്കിയല്ലോ. ഇത് എവിടെ ഇത് നമ്മള് പോണേ? റൺവേ കാണാനില്ലല്ലോ. റൺവേ എവിടെ? റൺവേ മനസ്സിലായി. ഒരു സെക്കൻഡ്, ഇപ്പൊ വരാം. ഇന്ധനം നിറച്ചോട്ടെ. ഇല്ല, ഇന്ധനം നിറച്ച എല്ലാം ശരിയാവും. വാ, ലെറ്റ്സ് ഗോ. ഇക്കറ ഞാനും മക്കളെ പോയി. ഇക്കറ ഇങ്ങ് വന്നു, ഞാനിങ്ങ് വന്നു. ഭയങ്കര റൺവേയിൽ ഭയങ്കര മഞ്ഞാണ്, ശ്രദ്ധിക്കുക. റൺവേയിൽ ഫുൾ മഞ്ഞാണ്, ശ്രദ്ധിക്കുക. പറ പൂരം ഉറിയാകുന്നേ. ചിരി ചുണ്ട് കഴുതാകുന്നേ. തേണ്ടി വണ്ടി ഫോൺ വെച്ചേക്കണേ. അയ്യോ, സോറി. അതെ, എലിയുടെ അടുത്ത് പറയാറില്ല. ഒന്ന് വണ്ടിക്കാർ എലിയുടെ അടുത്ത് എലി റെഡി കയറണ്ടാണ്. എലി റേഡിയോയില് കയറാൻ പറ. എലി കോപ്പി. അതിജോ 312
ലോ വെദർ 3024 A7L. Heavy weather conditioning, tire slipping. Runway clear, runway clear. Let's go. Yay! ഒന്നുമില്ല ഓക്കെ കൊടിപൂരം പറ Captain, ready to take off. Co-pilot, please control the weather. Sunlight is too hard. Sunlight. ടെൻഷനാവല്ലേ നിന്റെ അപ്പൊ കൊറേ പറത്തിലുള്ളതാ ഇതൊക്കെ ചുമ്മാ ഇരിക്കണ്ട കൊറേ പറത്തിലുള്ള ഇതൊക്കെ തന്നെണ്ണം താളത്തിലാടി അന്നാനക്കും ഞാലിലാടി ഒന്നിച്ച് രണ്ടാമത് പൈങ്കിളികൾ ഒന്നാമത് കുന്നിന്റെ ഓമനോ. ഹലോ weather is too hot. Weather is sunlight. The exhaust is burning. Exhaust is putting some smoke is there. This is not common. We need some help. No. Parachute is on the way. വണ്ടി അപ്പുറത്ത് നിർത്താന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വണ്ടി നിൽക്കുമെന്ന്. പറഞ്ഞില്ലേ Cobra 321, we are safe. We launched safely. Yes. അതങ്ങനെ സീറ്റ് ഡാമേജ് പോരാ. മെയ്ഡേ ഏപ്രിൽ അതെ നിന്റെ സ്വന്തം ബുദ്ധിമുട്ടാണ് നടക്കാൻ വയ്യ. ആക്സിഡന്റ് കാലിക്കുടുങ്ങി. ആക്സിഡന്റ് കാലിക്കുടുങ്ങി പോരാ. ഈ ട്രങ്ക് എവിടെ? പെടുക്കാനും സമ്മതിക്കില്ല. പെടുക്കാനും ഈ മുണ്ടൊന്ന് ഓക്കെ. താങ്ക് യു ഈ മുണ്ടൊന്ന് കയ്യിൽ വെച്ച് വയ്ക്കോ. പിയ്യ വരെ
Come on, guys, let's go. ചന്ദ്രമുള്ള Amma, Appa. ഇപ്പൊ വേണ്ട കൊച്ചു പിള്ളേരെ ആ ഇപ്പൊ വരാന്ന് ആ ആ ഇപ്പൊ വരാം അയ്യോ ഞാനില് കേട്ടടേ വലിച്ച് ആ ആ വരൂ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് മൂത്രം ഒഴിച്ചെടുത്ത് തന്നെ ഇറങ്ങി വരിക അമ്പലത്തിൽ പോകുമ്പോ അതിൻ്റെതായിട്ടുള്ള ഭവ്യതയിലാണ് നമ്മൾ പോവാൻ വരിക പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ Appa, romba dooram nadakano. ரொம்ப ദൂരം നടന്നല്ലാണ്ട് എഴഞ്ഞു പോകാൻ പറ്റില്ലല്ലോ വണ്ടി വിളിക്ക വണ്ടി വിളിക്കാനോ വണ്ടിയായി അച്ഛൻ വിട്ടു ഇത് കായ പറിക്കൽ കായ പറിക്കൽ ചന്ദ്രൻ വണ്ടി ഇവിടെ വരുമായിരുന്നു കായ പറിക്കാൻ അതെ അവളെ അച്ഛന് വരുവായിരുന്നു ഉണ്ടായതാണ് വെള്ളം ആർക്കെങ്കിലും വെള്ളം വേണോ കടലിൽ നിന്നെടുത്ത വെള്ളം കാരണം ചന്ദ്രൻ അച്ഛനില്ല പിന്നെ എങ്ങനെയാണ് പറിക്കാൻ പറഞ്ഞത് ആ Oh, thank you. Appa, വയലരികത്ത് വലയെടുക്കുമ്പോൾ വലകിഴക്കിയ സുന്ദരി ആ ആ ഒരു സെക്കൻഡ് ആ ഏ ചന്ദ്രബാബയുടെ തന്തയില്ലാന്ന് അലീന ഇപ്പൊ പറഞ്ഞു. ആരാ ആരാ പറഞ്ഞത് അലീന. അപ്പ തന്ത പേരെന്നപ്പാ? എന്റെ തന്റെ ബോസ് എനിക്ക് വയ്യ നല്ല തലവേദന ഒന്ന് ഇരുന്നിട്ടൊക്കെ പോയല്ല അപ്പ ഇപ്പൊ വാപ്പാ. എനിക്കൊരു തേങ്ങയൊക്കെ പറിച്ച് നമുക്ക് രണ്ടാക്കി കഴിച്ചിട്ടൊക്കെ പോയാലോ എടാ ഫോൺ പോലെ. ഞാൻ പഴയ പരിപാടി കണ്ണും കണ്ണും തമ്മിൽ പ്രണയം തിങ്കൾ തിങ്കൾ മക്കളെ എലിയെ കണ്ടോ കഴിവറ മക്കള് ഈ കൊക്കിനെയും കൂടെ വിട്ടു കൊടുക്കായിരുന്നു അത് നമുക്ക് ചന്ദ്രനാണോ? ആ കഴിവറ ഞാൻ തന്നെടാ അതുകൊണ്ടല്ലേ നിന്നെ കൊണ്ട് നടക്കണേ അല്ല ഞങ്ങളെ മക്കള്. അപ്പ ചന്ദ്രബാബനല്ലേ കൈവേറി? ഓ ഞാൻ തന്നെ അന്ന് നടയുടെ കൈവേറി. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തയായി പോവില്ലേ? പിള്ളേരെ നോക്കി വളർത്തണേ എവരെയൊക്കെ എടുത്ത് തോട്ടിക്കളയും കേട്ടല്ല സൂര്യ അല്ലേ ഇത് സൂര്യ അല്ലേ ആ ഉണ്ടേ ആ ഒരാള് മിസ്സിംഗ് ഉണ്ടല്ലോ പേരാണോ വിളിക്കുന്ന എടാ നിനക്ക് മാറണ്ടേ സൂര്യ കയറ് തൂങ്ങാനുള്ള കഴിവൊന്നുമില്ലേ ടാർസന്റെ പോനെ എനിക്കോ ആ ഇല്ല ഞാൻ പഴയ പരിപാടി നോക്കി എന്നെ ഒന്ന് തോളി കയറ്റിയാൽ വള്ളി തൂങ്ങി പോവായിരുന്നു നമുക്ക് നമുക്ക് തോളേക്കറി ഇപ്പം വീട്ടിൽ താങ്ക്സ് ഏ അത്ര കണ്ണും കണ്ണും തമ്മിൽ എന്താ മോളെ കാണിക്കണ്ടേ ഒരു ഗോറില്ല ചിമ്പാൻസിയുടെ പുറത്ത് വണ്ടി പോട്ടെ റൈറ്റ് വണ്ടി പോട്ടെ ഓഹൈ സ്ഥലമില്ല ഇനി ഇവിടെ എടാ സ്ഥലമില്ലെന്ന് ഫുള്ളായി ആ എടുക്കോ ആരേലും നിന്റെ തന്ത വിളി ചത്തു എടുക്ക കയ്യിലരികത്ത് സുന്ദരി അപ്പ എനിക്ക് ഒന്ന് കൊടുപ്പാ. ആ പോ ഇതേ പിള്ളേരോട് ഞാൻ പറ്റില്ല ഹായ് എൻ മകൻ പൊന്മകൻ അമ്മാവേ തൂക്കണ മകൻ കൊള്ളാം സൂപ്പർ മകൻ തൂക്കിയെടുത്ത മകൻ വേറെ തോട്ട പോലെ നിൽക്കുകയാണ് നിന്റെ തോട്ട പോലെ ബാക്കില് പേന്തലേൻ അമ്മായെ വണങ്ങാത് ഉയിരില്ലതേ മെന്മകൻ പൊന്മകൻ ഇവിടെ ആസാമി
പറിക്കാൻ വന്ന ഉസ്താദ് ഇവിടെ നമസ്തേ പറിക്കാൻ വന്ന ഉസ്താദ് ഇവിടെ ആരാ ചാണാനിട്ടേക്കുന്നേ? എലിയപ്പോ എലി ആദ്യം പോയത്. നമസ്കാരം. എവിടെ ഞാൻ ലൊക്കേഷൻ അയച്ചായിരുന്ന ഏത് ആരാവൻ? ഏത് ഉസ്താദാ മയിലേക്കെന്ന് പറഞ്ഞു മയിലാട്ടക്കാരൻ ചന്ദ്ര സർവാസിസ് ആശ. ഞാൻ പറഞ്ഞു പുള്ളിയോട് ഇങ്ങോട്ട് വാ, ചന്ദ്രൻ ഇല്ലാതുണ്ടായ എങ്ങനെയോ ഉണ്ടായ ഒരുത്തിനെ മാറ്റാൻ കൊണ്ടുപോവാന്ന്. അപ്പൊ പറഞ്ഞു അവൻ വിചാരിച്ചു വെച്ചേക്കുന്നത് ഇതൊക്കെ മാറ്റി അവന് കഴിവുണ്ടാവുമെന്ന, പക്ഷെ അങ്ങനൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞേക്കാം. ആദ്യം അങ്ങേരടുത്ത് ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള കഴിവ് വേണമെന്ന് പറയാം അങ്ങേരടുത്ത്. അമ്മുക്കുട്ടി അതുകൊണ്ടാണ് വല്ലവന്റെ കൂടെയും പോയതെന്ന് പറഞ്ഞേക്കണേ ഒന്ന്. ഒരു മിനിറ്റ് ഇപ്പൊ പറയാം. അമ്മുക്കുട്ടി കാറിലോടെ പോയി അങ്ങേര് 5 പറയില്ല. ചന്ദ്രൻ പറഞ്ഞു ആശാന് ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള കഴിവില്ലെന്ന്. നല്ല വണ്ടിയൊന്നുമില്ലേ? ഓന് ലേശം കഴിവുണ്ടെങ്കിൽ ഓൻ ഇതുപോലെ തന്നെ കിട്ടും. ആശാന് കഴിവ് കുറവുണ്ടല്ല ആശാനെ കാറില് വളച്ചോണ്ട് പോയത്. ആശാൻ അതുകൊണ്ടല്ലേ ഇപ്പോഴും നിരാശാകാമുകരായിട്ട് ഇങ്ങനെ നടക്കുന്ന ആശാനെ. അമ്മുകുട്ടിക്ക് അമ്മുകുട്ടിക്ക് നല്ല പൈര കിട്ടിയപ്പോ അമ്മുകുട്ടി പോയി. അമ്മുക്കുട്ടിക്ക് ആദ്യമേ അവനെ കിട്ടിയായിരുന്നല്ലോ. ഇല്ല ആശാനെ, ഇല്ല ആശാനെ, അങ്ങനല്ല ആശാനെ. കുറച്ച് നേരം ആശാനെ അതെ നമ്മള് വന്നോണ്ടിരിക്കാണ്. എന്താ പറഞ്ഞത്? അതൊന്നും ആശാനെ അപ്പഴേ പറഞ്ഞില്ലേ ഇതാണ് പ്രശ്നം. അവസ്ഥ എനിക്ക് വഴി ചെറുതായിട്ടൊന്നും മറന്നു. നിങ്ങൾ ലൊക്കേഷൻ എല്ലാം കിട്ടി ഗ്യാസൊക്കെ കിട്ടി കഴിഞ്ഞെങ്കിൽ കംപ്ലീറ്റ് ആയി. താങ്ക് യു സജീഷ്. വേണ്ടേ കായ പറിക്കാൻ വരാൻ വേണ്ടി മറ്റേ ഇവന്റെ കായും പറിച്ച് അവിടെ നിക്ക്. അവൻ അതിന് ഉണ്ടാ പറിക്കാൻ വേണ്ടി. ആശാനെ കാണിച്ചു തരാം വന്നാണ്. നല്ലൊരു മനുഷ്യൻ. വയസ്സാം കാലത്ത് പ്രപ്പോസ് ഒക്കെ ചെയ്യും. അഴുക്കാണ് വെറും അഴുക്ക. എടുത്തോ എടുത്തോ എടുത്തോ. സൂര്യ ഇക്രു എന്തിനാണ് ഇങ്ങനെ ബാക്കി കിടന്നത്? പടുത്തിருக்க ഇത് ജാക്കി. പേടിക്കാതെ നിങ്ങള് എന്താണത് പെട്ടെന്ന് പോണോ? എനിക്ക് അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ എന്തൊക്കെ പരിപാടി ഉണ്ട്. വള്ളംകളി, ഓണക്കളി. അല്ല പാട്ടൊന്നും പാടില്ല. തലവേന എടുക്കണേ. വണ്ടി ഞാൻ ഓടിക്കായിരുന്നു. വണ്ടി ഞാൻ ഓടിച്ചാ മതി. ഇതിന് നേരത്തെ എത്തിയല്ലേ. പേയ് പന്നിയാ, അതാണ് പറഞ്ഞ പന്നി. പിന്നെ മറ്റേ തലയെ പിടിച്ച് തിരിക്കട്ടെ ഞാൻ. ഒരു 2 ഫൈൻ എടുക്കട്ടെ. എത്തിയോ? സ്ഥലം എത്തിയോ? പോവാ വരിക. എത്തിയില്ലേ? ചിമ്പു ഒന്ന് നീങ്ങിയിരിക്കണേ. സെറ്റ്. എന്താ ഇങ്ങനെയൊക്കെ നിക്കണ ചിമ്പു? ചിമ്പുവിന്റെ മടിയിലിരിക്കണ എന്താ? മുള്ള്. ഞാൻ ഇപ്പൊ അയ്യല്ലകത്ത് വടയെടുക്കോ വടകിടിക്കിയ സുന്ദരി.
എന്ത് കയറ്റിന് എടുക്കും? അയ്യോ ഇവിടെ വീടെവിടെ? അയ്യോ സ്ഥലം എവിടെ? ഹലോ ഇത് വണ്ടിയുടെ ടയറ്. ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി. ഓക്കെ അപ്പ ഞാൻ താൻ അപ്പൈ എന്നെ ഉസ്താദിനെ പരിചയപ്പെടുത്താം. ഓ ഓ ഉസ്താദിനെ പരിചയപ്പെടുത്താം. എന്താ വരണോ വിജയ അങ്ങട് വിജയ. അല്ല ഉസ്താദ് കാല് 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 കാല്. ഇതാണ് നമ്മുടെ വലിയ ഉസ്താദ്. അസ്സലാമലൈക്കും. വാലേക്കും സലാം. കള്ളോ ആരാ? നമസ്കാരം. 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 വലൈക്കും സലാം. നിങ്ങള് വാദോടിക്കാൻ വന്നത് ചിൽഡ്രൻസ് പാർക്കിന് ടൂർ വന്നേ. എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു തരണേ സ്വാമി. പ്രശ്നങ്ങളൊക്കെ പറയാം. അടുത്തോട്ടിരിക്കുക. പറയടാ. എന്താടാ? ഇല്ല പണി ഒന്നുമില്ല. ഇതല്ല ഒരു മിനിറ്റ്, കുട്ടിക്കൊന്നും മിണ്ടാതിരിച്ച്. കണ്ണ് വയ്യ. ഇവിടെ ഭയങ്കര മഞ്ഞാണല്ലോ. വലിയ സ്ഥലാണല്ലോ. എല്ലാരും പ്രശ്നം സൗണ്ട് ഉണ്ടാക്കല്ലേ? ചെവി കണക്കണ്. എല്ലാരും ഒന്ന് ഇരിക്കുന്നു. എങ്ങടാ ഇരിക്കേണ്ടേ? പറഞ്ഞു തീപ്പന്തത്തിന് ഇപ്പുറത്തേക്ക്. ശരി. ദുരിതാശ ക്യാമ്പ് ഉണ്ടായിരുന്നേ. അവിടെ സാധനം ഇറക്കിയിട്ട് വരുന്ന വഴിയാ. വലിയ ക്ഷീണം. അല്ല ഇതിന്റെ പേര് ഇക്രമോനല്ലേ? ഇത് ഞാൻ പറഞ്ഞു. നീ ഇപ്പുറത്ത് വാ. നീ ഇപ്പുറത്ത് വാ. സൂര്യ ബോസ് മക്കളെ. സൂര്യ ബോസ് ഇവിടെ. സൂര്യബോസ് അങ്ങോട്ട് എതിരെ. ഇതാരാണ്? കൊച്ചിന്റെ അച്ഛൻ. അച്ഛൻ ഞാനാണ്. കുറച്ചങ്ങോട്ട് മാറി നിക്കോ. ഇക്രമോൻ ഇവിടെ അവിടെ ഇരി. എടാ ഇതാരാ? ഇക്രമോനാണോ സൂര്യമോനാണോ? ഇത് ഇക്രമോൻ അവിടെ. ഓ തട്ടി വീണ. ഹലോ, ഈ ഇക്രമോന്റെ അമ്മയച്ഛനും ആരാണ്? അമ്മ ഇത് തന്നെ. ഇത് ഇക്രോന്റെ അമ്മ ഇതാണ് അല്ലേ? ഇക്രമോന്റെ അമ്മയച്ഛനും ഇല്ലേ? അപ്പൊ ഇപ്പൊ അച്ഛനിപ്പോ ഇത് താങ്കള് ഈ സൂര്യ ബോസിന്റെ മോനാണോ? അച്ഛൻ സൂര്യ ബോസിന്റെ കൂടെ ഇരിക്കും. ഇവിടെ ഇരുന്നാ മതിയോ? അവിടെ ഇരുന്നാ മതി. ഇതെന്താ താങ്കൾ ഇങ്ങനെയൊക്കെ എന്താണിത്? ഒരു പിള്ളേര് നമ്മള് ശരിയാക്കാൻ കൊണ്ടുവന്നിട്ട് ഓരോ വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അതാണ് വളർപ്പ് ശരിയല്ലെന്ന്. വളർത്ത് ശരിയല്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. കണ്ട ഈ ചെക്കനെ ചൂടടിക്കോ? ചൂട്. താങ്കളുടെ പേരെന്തായിരുന്നു? മുണ്ടൂരിട്ടിരുന്നാലേ? വേണ്ട. താങ്കളുടെ പേരെന്തായിരുന്നു? ചന്ദ്രൻ. നോമിന്റെ പേര് ചന്ദ്രൻ മുട്ടത്തില്ലേ? സത്യം പറഞ്ഞ എന്തായിരുന്നു? സത്യം പറഞ്ഞ മോനക്ക് എന്തായിരുന്നു പ്രശ്നം? മോന്റെ പ്രശ്നം പറയാൻ ഇരിക്കാല്ലേ? കുണ്ടലങ്ക വെച്ചിരിക്ക. ഇരിക്കട്ടെ. ഞാനൊന്നിരിക്കട്ടെ. പ്രശ്നം പറഞ്ഞ മോനെ പ്രശ്നം ഇക്രമോൻ അപ്പുറത്ത് പോവാ. അപ്പുറത്ത് പോവാ. എല്ലാം പറയാ. സൗണ്ട് ഉണ്ടാക്കല്ലേ ഇക്രു? നിന്റെ സൗണ്ട് കേക്കില്ലേ ഞാൻ? ഇക്രമോൻ അപ്പുറത്ത് പോ. ഇക്രമോനെ ആ ചുമന്ന അതിനകത്ത് വരികി.
എലീന്റെ പോ. അവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ റൈറ്റ് നമ്മുടെ ലെഫ്റ്റ് നിങ്ങളിപ്പോ അടുത്തിരുന്നതിന് വേണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ കഥ. ഓ എന്റെ കഥയൊന്ന് കേക്കോ എന്റെ ഇക്രോ അല്ലല്ല സൂര്യ കഥ കഥ சொல்லு. நானும் இக்ருவும் முதுக்குல இருந்து அவட ஒரு இடத்துக்கு போனோம், ஒரு ஸ்தலத்துக்கு. அவட வந்து எப்பவுமே எனக்கு வந்து அம்மா கிட்ட பறஞ்ச இந்த மாதிரி கோஸ்ட் காணணும் அவட போகணும்னு சொல்லுவேன். அம்மா வந்து சொன்னாங்க இப்ப போக கூடாது, அவட போக கூடாதுன்னு சொல்லி அம்மா சொன்னாங்க. அம்மா பெரியம்மா எல்லாரும் சொல்லி நாங்க அவரை கேட்கல. எனக்கு அவட போய் காணணும். പറയട്ടെ ഇന്റർഫിയർ அப்புறம் என்ன ஆச்சுன்னா நான் வந்து எங்க கிளாஸ்ல சொன்னாங்கன்னு நான் கேட்டுட்டு எங்க ஸ்கூல் பசங்க கூட பேசி அந்த இடத்துக்கு போகணும். நான் மட்டும் கண்டிப்பா போகணும்னு நினைச்சேன். அப்புறம் என்ன பண்ணேன்னா இக்ரு மட்டும் இருந்தான். அம்மாவும் பெரியம்மாவும் கிளம்புன பாரு கரெக்டா 11:30 அந்த டைம்ல கிளம்புனாதான் அவட 12 o'clock ரீச் ஆகும்னு சொல்லிட்டு நானும் இக்ருவும் பிளான் செய்தோம். ஆனா இக்ரு நான் வரலன்னு பறஞ்சான். நான் நம்ம போகணும்டா அந்த ஸ்தலத்துல போய் எல்லாத்தையும் காணணும்னு சொன்னேன். കൊച്ചു കഴപ്പ് ഉണ്ടച്ചി. ആ ഇല്ല സോറി ക്ഷമിക്കണം പെട്ടെന്ന് വൈകാരികമായി പോയി. സോറി. அதுக்கப்புறம் என்ன ஆச்சு, முதுக்குல இருந்து நானும் இக்ருவும் கிளம்பணும். ஆனா சிட்டில காரே இல்ல. கஷ்டப்பட்டு எல்லாத்தையும் கேட்டு கஷ்டப்பட்டு யாருமே தராதனால நாங்க சாமி கிட்ட வேண்டி ஒரு ஸ்கூட்டர் வாங்கணும். ஒரு பொண்ணு கிட்ட இருந்து ஸ்கூட்டர் அடிச்சு பிடுங்கணும். இக்ரு தான் திருடின்னு வந்தா அந்த ஸ்கூட்டரை. அந்த ஸ்கூட்டரை திருடின்னு வந்து நாங்க ட்ரெஸ் ஷாப்பு போனோம். ட்ரெஸ் ஷாப்பு போயிட்டு அவட யாருன்னா இருக்காங்களான்னு நோக்கணும். யாருமே இல்ல. அப்ப நாங்க அங்க ஸ்கூட்டர் அந்த இடத்துல போய் விட்டோன்னே ஒரு கழிவறி எடுத்துட்டு வண்டி எவனும் எடுத்துட்டு போயிட்டான். ஏன் நீ இப்ப என்ன சொன்ன? கழிவறி. കയ്യുവേരി. அதுக்கப்புறம் இன்னொரு வண்டி ரெடி பண்ணிட்டு அங்க സ്ലോ ഇല്ല മെതിയാ സൊല്ല് இன்னொரு வண்டிய സാരമില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, നമ്മള് കാര്യാക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞോളി. ஒரு ஸ்தலத்துக்கு வந்தோம். ஒரு ஸ்தலத்துல அங்க ரெட் கலர்ல ஆவி இருக்குன்னு சொன்னாங்க. ஆனா அங்க ஆவியே இல்ல. ஏதோ ஒரு பெரிய பில்டிங் இருந்தது. அதுக்கு பின்னாடி பார்த்தா திடீர்னு ஒரு 2 செகண்ட்ல அங்க டிசப்பியர் ஆயிடுச்சு. ஒரு ஃபுல்லா பிளாக் கலர்ல ட்ரெஸ் போட்டுக்கிட்டு கால் இருந்தது, கை இருந்தது. அங்க நானும் இக்ருவும் போனோன்னு இந்த இக்ரு அவங்கள ആണോ പെണ്ണാ പെമ്പിളയാ ആമ്പിളയാ? ഞാൻ പറയട്ടെ, ആ പ്രേതത്തിനെ കണ്ടപ്പോ ഞാൻ ഓർത്ത് എന്റെ അമ്മൂമ്മയാണ്. ആ രാത്രി നിന്റെ അമ്മൂമ്മ അവിടെ പറഞ്ഞിട്ട് പ്രായമായ സ്ത്രീയല്ലേ ഓർത്ത് മുണ്ടാൻ പോയതാ. നിന്റെ അമ്മൂമ്മക്ക് തലയില്ലടാ. കൈ കാലില്ല. ഇതെന്ത് മനസ്സിലാകുന്നില്ല. പ്രേതത്തിനെ കളിയാക്കിയതാണെന്ന് തന്നെ அந்த பிரேதத்தை இவன் நோண்டனா. 10 ചരടിന് ആവശ്യം വരാണ്ട് 10 ചരട് വേണം കേട്ടോ. 10 ചരട്. ചരട് കൊണ്ട് മമ്മിയെ വരിയുന്ന കണക്ക് അവനെ വരിയണം മൊത്തത്തില്. രണ്ടുപേരെയും നല്ല രീതിക്ക് ഒന്ന് പൂജിക്കുന്നുണ്ട്. പ്രേതത്തിനെ പോയി ഞോണ്ടാൻ പോയേക്കണേ. കഴപ്പില്ല അതൊക്കെ. ആകാശ ടാങ്ക് മെമ്പർഷിപ്പ് കിട്ടടാ. എന്തിനായി അത് പറ. പ്രേതം വേറെന്തേലും പറഞ്ഞോ? അരമണിക്കൂർ കഥ കേട്ടിട്ട് ബാലൻസ് ഉണ്ടെന്ന് പറ. എന്ത് പറഞ്ഞു? നിന്റെ ഉടമ്പ് എന്റെ അടുത്തും എന്റെ ഉടമ്പ് നിന്റെ അടുത്തായിട്ട് ഞങ്ങളുടെ ബോധം നോക്കടിച്ചു. അപ്പൊ നിന്റെ ബോധം മൊത്തത്തിൽ പോയി കുറെ നേരം ഇങ്ങനെ പറഞ്ഞു നീക്കമ്മ ആള് മാറുമെന്ന് പറഞ്ഞു. പിന്നെ എണീച്ചപ്പോ മൂത്രയ്ക്കാൻ പറ്റിയപ്പോഴാണ് ഞാൻ ആള് മാറിയത് മനസ്സിലായി. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? മൂത്തൊഴിക്കാൻ നേരത്ത് ഒരു സെക്കൻഡ് സൂര്യ എപ്പടി പുറിஞ்சிட்ட നീ ഉടമ്പ് മാറിയെന്ന്? அப்பா எனக்கு ஆயே வரலப்பா. ആയിയാ?
അതെന്തിനാ ആയിന്ന് പറഞ്ഞാ അപ്പി. அதுக்கப்புறம் ஒண்ணு பெருசா இருந்தது. എനിക്ക് മനസ്സിലായില്ല, അരമണിക്കൂർ കൂടുമ്പോ കളി വരുന്നു. ഉസ്താദെ ഒരു 30 ചരട് 30 ചരട് ചരടൊക്കെ കിട്ടുന്നത് നിങ്ങൾ എന്താ പറയുന്നേ? ഉസ്താദെ அப்புறம் ഒരു കാര്യം ചെയ്യ്, ഒരാൾ பெருசா இருந்தது. ഇങ്ങോട്ട് വന്നേ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഉസ്താദ്, ഇതിനെന്തേലും പ്രതിവിധി ഉണ്ടോ? ഉണ്ട് 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 ഉസ്താദെ ഉണ്ട്, നല്ല രീതിക്കുണ്ട്. രണ്ടുപേർക്കുള്ള നല്ല ചികിത്സ ഉണ്ട്. ചികിത്സയല്ലല്ലോ ഇത്. ചികിത്സയല്ല, നമ്മളെ കയ്യില് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം കണ്ടറിഞ്ഞ ആൾക്കാരല്ലേ. അത് അല്ല ഇത് നമ്മള് പിള്ളേരെ എന്തിനു വിശ്വസിച്ച് നിങ്ങളുടെ തരൂ ഇത്? അല്ല, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, നിങ്ങൾ പോവണ്ട. നിങ്ങൾ എന്തായാലും ഒരു കുറച്ച് നേരത്തേക്ക് നമ്മളായിട്ടൊന്ന് സഹകരിച്ചാൽ എല്ലാം ഒന്ന് ഓക്കെ ആവും. അല്ല പിള്ളേരെ നിങ്ങൾ ഒറ്റയ്ക്കൊന്നും എടുത്ത് കൊണ്ടുപോലേ, നമുക്ക് അത്ര വിശ്വാസം വന്നിട്ടില്ലേ? പിള്ളേരെ ഒറ്റയ്ക്കൊന്നും ഒരു സ്ഥലത്തും നമ്മളെ കൊണ്ടുപോകത്തില്ലേ. നമ്മൾ ആ രീതിയിലുള്ള എക്സ്ട്രാ ടാലന്റഡ് ഉസ്താദന്മാരാണ്. നമ്മളെ മറ്റേ പലട്ടവും ഡാൻഡിയും എല്ലായിടത്തുള്ള ഉസ്താദന്മാരെ എല്ലാ ഉസ്താദന്മാരും നമ്മളെ ഹോൾഡിലാണ്, ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടല്ല. അപ്പൊ നമുക്ക് ഇതിനുള്ള എല്ലാം നമുക്ക് തള്ളാ പറയുന്നേ. ഉസ്താദേ നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് രണ്ട് പിള്ളേരെയും രണ്ട് കളത്തിലാക്കി ഇരുത്താം. അതെ, ചുമപ്പിലൊരു പയ്യൻ, ആ ചുമപ്പിലൊരു പയ്യൻ. കളന്മാരെ കളിയാ? അല്ല അങ്ങനെയല്ല. അസ്തഗ്ഫിറുല്ലാ. നമുക്ക് കൊച്ചിന്റെ അച്ഛൻ ദേ ആ കറുത്ത കളത്തിലേക്ക് ഇരിക്കുക. എന്നിട്ട് നമുക്ക് നടുക്കൊരു തീയൊക്കെ കത്തിച്ചൊരു പരിപാടി ഉണ്ട്. നിങ്ങൾ കണ്ടേച്ചാ മതി. ഇത് മൊത്തം പറഞ്ഞ നാളെ നിങ്ങൾ ചെയ്യല്ലത്. ഇതിവിടെ എവിടെ എവിടെ ഇരിക്കണം? സൂര്യബസിംഗ് വാ, സൂര്യബസിംഗ് വാ. ഇവിടെ ഇരി, ഇവിടെ ഇരി, ഇവിടെ ഇരി. അത് നമുക്ക് ചുട്ടെടുക്കാനല്ലേ എന്റെ ഇഷ്ടം. എനിക്ക് മനസ്സിലായി. എവിടെ ഇരി, അവിടെ ഇരി. നിങ്ങള് പിള്ളേരെ നിങ്ങള് പിള്ളേരെ അൽഫാമാക്കല്ലേ? ഇക്രമോൻ ഇങ്ങ് വാ, ഇക്രമോൻ ഇവിടെ വാ. ഞാനെവിടെ ഇരിക്കണം? അതിന് എന്റെ അപ്പനും കൂടെ വന്നിട്ടുണ്ട്. ഉസ്താദേ, ആ വരട്ടെ വരട്ടെ, ഓക്കെ ഓക്കെ വരട്ടെ. ഓക്കെ വെയിറ്റ്. അവിടെ ഇരുന്നോ ഇക്രമോൻ, അവിടെ ഇരുന്നോ. ഞാൻ ഇരുന്നിട്ടുണ്ട്. ഹലോ ഉസ്താദേ. തിരിഞ്ഞു പോകുന്നല്ലേ. അലീന ഇന്നറിയും ഞാൻ അവന്റെ സന്തയാണോ അല്ലേന്ന്. ആ ഇന്ന് രണ്ടിലൊന്ന്, ഇന്നൊരു തീരുമാനം ഉണ്ടാവും. അറിഞ്ഞൂടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കരുതേ, കൊണ്ടുപോകുവേ. എന്നാ പോകട്ടെ. മോനെ കളത്തിൽ ഇരുന്നില്ലെങ്കിൽ കത്തും കേട്ടോ നീ. എന്താ പേര്, എന്താ ഇരിക്കണേ? உடம்பை எரிச்சிடாதடா, மூடிட்டு உட்காருடா. പോയി തീ കത്തിക്കുന്നു. ഞാൻ അവിടെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഹലോ ഉസ്താദേ. അലീനൊക്കെ ആരാ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങള് ഇവിടെ ഒരു ആർപ്പ് ചെയ്തോണ്ടിരിക്കും, അതിന്റെ ഇടയ്ക്ക് വേറെ ഒന്നും പറയല്ലേ ദൈവം, വെറുതെ ഇരിക്കുമെന്ന്. ചെക്ക ഓൻ എന്താ അനുസരണോടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. അതെന്താ എനക്ക് മൂലക്കുരുണ്ടാ? ഒന്ന് പറ ബാക്കില്ലെന്ന് സൂര്യ പറഞ്ഞു കൊടുത്തേ ഏതാ ഇരിക്കണേന്ന്. ஏய் மெடிடேட்டரா, மெடிடேட். எம்இடின் போடு சர்ச்ல. ആ കൊരങ്ങൻ ഡൗട്ട്. അലീന എവിടാ? എലി அம்மா സൂര്യ, നീ ഒന്ന് എന്റെ സൈഡിലൊന്ന് നിക്കോ? ഒരു കൂട്ട് വേണം. നിങ്ങൾ അവിടെ പോയി അല്ലേ പറഞ്ഞത്. ഈടാൻ പോണെയാണ്. അല്പമായി വരല്ലേ. മോനുള്ള ഗുളികയല്ല. അത് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യും. ഒരു രസമല്ലേ? ഞമ്മക്ക് ഹോം അല്ല ഈ പരിപാടി ചെയ്യണെങ്കിലേ നീന്റെ അങ്ങോട്ട് മുഖം നാർത്തി നിക്ക. ഞാൻ തിരിയണല്ലേ? ഇതല്ല ഓക്കെ തിരിയട്ടെ നിക്ക. இது மந்திரம்லாம் வராதடா இங்க. അലീന പാത്തത്താറാവിനെ പോലെ ഇരിക്കുന്നു. ഒരു ധൈര്യത്തിന് ഒരെണ്ണം അടിക്കാം. എന്നെ അറിയ അപ്പനെ കൂടെ കത്തിക്ക് നടക്കട്ടെ. ഞാൻ ഫുൾ ആൽക്കഹോളാണ്, ഇങ്ങോട്ടൊന്നും തീ വരല്ലേ? ഓക്കേ, மாலை பாத்திக்கு போடுப்பா. ഏറസേ അപ്പനെ നോക്കിക്കോളേ. എടുത്തി കഴിഞ്ഞാ പറഞ്ഞോളി. അപ്പുറത്തിന് എടുത്തി. അതെ, ഈ വെള്ളം അടിച്ചിരിക്കുന്ന ആളുടെ തലയിൽ വെള്ളം ഒഴിച്ചാ ഇത് ശരിയാവോ? സിഗരറ്റ് കത്തിക്കാനല്ല പറഞ്ഞേ. കത്തിക്കുക. വെള്ള ദാഹവെള്ളം. കുഴപ്പമില്ല. അല്ല നിങ്ങള്
ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങള് ഇവിടെ മദ്യപിച്ചാൽ കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കാനാവില്ല, അതറിയോ? പ്രശ്ന പരിഹാരം നടക്കില്ല. നിങ്ങൾ മദ്യപാനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പുണ്യമായ കാര്യം ചെയ്യുമ്പോൾ ക്ലീൻ ആയിരിക്കണം. അല്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അവിടെ ഇരുന്നോളൂ, ബഹുമാനിക്കാൻ വേണ്ട. രണ്ട് പഞ്ഞി കിട്ടോ? കരിഞ്ഞു കിട്ടും. എടാ സൂര്യ, നീ ഇന്നൊന്നും മാറാൻ പോകുന്നില്ല. നിന്റെ അപ്പൻ ഇത് കൊളവാക്കൂടാ. നിന്റെ അപ്പൻ ചത്തടാ, വായി തുറന്ന് കിടക്കുന്നു. തിരിച്ചു നൽകണമേ, അവരവരുടെ ശരീരത്തേക്ക് പോകണമേ. അത് വേറെ ഡിപ്പാർട്ട്മെന്റ്, ഇത് വേറെ ഡിപ്പാർട്ട്മെന്റ്. ഞാൻ വായിച്ചിട്ടില്ലല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നല്ല രീതിക്ക് ബർക്കത്ത് കൊടുക്കണേ രണ്ട് പിള്ളേര്. ഗണേശ ചരണം ചരണം ഗണേശ. എന്താണിത്? എന്താണിത്? നടന്നാ പോലെ എന്താ ഉറങ്ങുന്ന നടക്കട്ടെ. പെട്രോളിന്റെ പണം. നടക്കട്ടെ സ്വാമി, നടക്കട്ടെ. കാലം നടിപ്പിച്ച് വെക്കായിരിക്കും ഒരുമാതിരി. ഈ മുണ്ടല്ല പ്രശ്നം നിങ്ങളെ, ശരിയല്ലേ? നടക്കട്ടെ. കൊക്ക് കൊത്തിക്കൊണ്ട് പോകും നിങ്ങളുടെ എന്തെങ്കിലൊക്കെ. കൊക്കും കോറി സംസാരിക്കല്ലേ സൈലൻസ്. ചരണം ചരണം ഗണേശ. അതെ എക്സ്ക്യൂസ് മീ, അതെ കൊണ്ടുപോകും. ദയവ് ചെയ്ത് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. ഗണേശ ചരണത്തിന് വേണ്ട പ്രശ്നം അല്ലേ? വേണ്ട, നമ്മളിപ്പോ എന്ത് അനാവശ്യമായി കയറി പോണേ. എന്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പണ്ട് രാമായണൊക്കെ വായിച്ച പാടി ഒരു സാധനം പാടാം. കണ്ടുവാകപ്പൂവിൻ ഗുണമണീനഞ്ഞിത്തറകളും മാനോടുന്നുണ്ടോ തേൻ കൂടുമുണ്ടോ, കിളികൾ പലതുണ്ട് ഹോമത്തിന്റെ ഇടയ്ക്ക് ചിരിക്കണം. ഈ ഇതൊക്കെ ഹറാം പറഞ്ഞ ഓനെയൊക്കെ എങ്ങനെ ഇതൊക്കെ പരിപാടി തുടങ്ങട്ടെ. ഇനി ഒരു പരിപാടിയോടെ ഉണ്ട്. പറയേ. ഇനി ഒരു എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുക. ഞാൻ എല്ലാ രണ്ട് കുട്ടികളുടെ ചെവിയിൽ ഒരു മന്ത്രം ചെല്ലും, അത് കഴിഞ്ഞിട്ടെല്ലാം. ഇത് റിലീജിയൻ റീസൺ ആരും നോക്കില്ല, ഒരു ഫണ്ണായിട്ടുള്ള അർപ്പിയാണ്, വേറെ ഒന്നും പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ലെന്ന് പറഞ്ഞ, പ്രാർത്ഥന ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒന്നും പറയില്ലെന്ന് പറഞ്ഞ കേട്ടോ. അതുകൊണ്ട് അവരൊന്നും പറയുന്നില്ല. ഞാൻ അതുകൊണ്ട് അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാരണം പണ്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് ഓർമ്മയുണ്ട് ഒരിക്കൽ. അതുകൊണ്ട് നമ്മള് വല്ലതും പറഞ്ഞു കഴിഞ്ഞ അവസാനം അലമ്പം. അതുകൊണ്ടാണ് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. കൗണ്ടർ അടിച്ച ഈ ശരീരത്തിൽ ഇരുന്ന് പോകും. നിനക്ക് ഈ ശരീരം വേണം. നിനക്ക് മക്കളെ ശരീരത്തിലിരിക്കുന്ന ഇക്രോമോനാണ് സത്യം. നീ സൂര്യ ബോസ്, നിന്റെ ശരീരം ഇക്രോമോൻ. അപ്പം നമ്മൾ കുറച്ച് ഓതി ചരട് കാര്യങ്ങൾ കെട്ടിത്തരാം. വേണം എന്നിട്ട് അപ്പുറത്ത് ശരീരത്തിലോട്ട് പെട്ടെന്ന് തന്നെ കയറി പോണം. ഓക്കെ, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നോളാം. ഉസ്താദിന്റെ തലയുള്ള വെട്ട് കണ്ട. അൽഹംദുലില്ലാ. മോനെ ഉസ്താദിന്റെ തലയുള്ള വെട്ട് കണ്ട. ദിവ്യ വെട്ടാണ്, ഭയങ്കര പവർഫുൾ ആണ്. മണ്ടെല്ലാം വലിക്കില്ല. ഇപ്പോഴാണ് മീൻ പിടിക്കാനുള്ള വല കൊടുക്കണേ. വെള്ളം കൊടു ചെക്കന് വെള്ളം കൊടു. ഞാനൊന്നും പറയുന്നില്ല, ഇതെല്ലാം കണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്.
ചില കഷായ കൂട്ടുകളൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു പ്രശ്നമൊന്നുമില്ല മിണ്ടാണ്ടിരുന്ന ഒറ്റയ്ക്കങ്ങ് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ ഇത് കുട്ടിയുടെ അമ്മയാണല്ലേ? എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇതിപ്പോ ശരിയാവോ? ഇത് കുട്ടിയുടെ അമ്മയാണോ? അതെ അതെ ഇങ്ങ് വാ. ഞാന് പിന്നെ നൈസായിട്ട് നമ്മളോട് ജീവനോടെ ഇരിക്കുമ്പോ ട്യൂൺ ചെയ്യാൻ. ഹലോ, ഇത് അയാളെ വിളിച്ചില്ല. അല്ല ഞാൻ തന്തയാണ് കൊച്ചിന്റെ തന്തയാണ്. തന്തല്ലേ, തന്ത നേരത്തെ സംസാരിച്ചു. നമ്മൾ അമ്മയോട് സംസാരിക്കട്ടെ. ഇല്ല, നമ്മള് സാന്നിധ്യം സംസാരിച്ചത് നമുക്കറിയാം. സംസാരം നമുക്കറിയാം. കുഴപ്പമില്ല. എന്നാ പിന്നെ നിന്നോ. അറിയാ ഹലോ ഹലോ. പോയോ? ഹലോ 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 കുട്ടി, നിങ്ങള് സൂര്യ ബോസ് അല്ലേ കുട്ടിയുടെ മോൻ? അപ്പം സൂര്യ ബോസിന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ട്. അത് നേരത്തെ ഉണ്ട്. നല്ല പ്രശ്നമുണ്ട്. ഇതിപ്പം മാത്രമല്ല. താഴോട്ട് വരി. ഇങ്ങോട്ട് വരി. അപ്പം വീടെന്താണ്? അപ്പം അതിനായിട്ട് നമ്മൾ വലിയ വലിയ ചടങ്ങുകൾ ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ സഹായിച്ചാൽ അത്രയും കൊള്ളാം. വലിയ ഘോരമായ മന്ത്രങ്ങളെല്ലാം തുടങ്ങാൻ പോണേ. അതെ. ഡമ്മി വല്ലതും വേണ്ടി വരുമോ? വേണ്ട. നമുക്ക് ആ ശീലില്ല. അപ്പൊ നമ്മള് ചടങ്ങുകൾ ഇപ്പൊ തുടങ്ങാൻ പോവാണ്. അപ്പൊ നിങ്ങൾ സഹായിച്ച അത്രയും കൊള്ളാം. ഓക്കെ, വരി. അത് പറഞ്ഞില്ല. ഘോരമായ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഇപ്പോ നമ്മുടെ കാലാവസ്ഥ വരെ മാറാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് പിടിച്ചിരിക്കുക. പക്ഷേ നമ്മളെ നാളെയല്ല, മഴ പെയ്തിട്ട് വീട്ടില്ല, പിന്നെ മരം പെയ്ത നിങ്ങളങ്ങോട്ട് തുടങ്ങി. നമ്മളൊക്കെ സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. ഉണ്ണാറക്കല്ലേ വിണ്ണാമിന്നി പൊന്നല്ലേ. കുട്ടി മാറോ? ടൈപ്പ് സെറ്റപ്പ്. ചൊല്ലിക്കോ. ഉസ്താദ് ഇപ്പൊ ചെവിയിൽ മന്ത്രം ചൊല്ലും, കേക്കുക. മിണ്ടരുത്. അവരോട് മിണ്ടാതിരിക്കാൻ പറയാ. അവനോടല്ലേ ചെലക്കല്ലെന്ന് പറഞ്ഞേ. ചെറുപ്പാവുന്നു, ചെലച്ച മന്ത്രം വർക്കാവൂരെന്ന്. അതെ, ദിക്റ് തെറ്റുന്നു. കൊച്ചിന്റെ വായിൽ എന്തെങ്കിലും കൊടുക്കുക. ഒരാളെ നിശ്ചയിച്ചിരിക്കുന്നു.
ചെയ്യരുത്. നാളെ നീ സിറ്റിയിൽ ഓടുന്ന സമയത്ത് വന്ന് മോന്റെ പേരെന്താണ്? സത്യം 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 എന്താ ഉണ്ടക്കണ്ണി മണം വരാനാ മണം മണം എല്ലാത്തിനുള്ള പരിഹാരമുണ്ട് മോന്. ഞാനിപ്പോ ഒരു സാധനം തരും, അതങ്ങ് അതെ. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും സംഭവിക്കാന്നൊക്കെ പറയുന്നതാണെങ്കിൽ എന്നെ പിടിച്ചിരുന്നോ റീസ? എന്റെ അല്ല പല അനുകൂല സാഹചര്യങ്ങളും വരുമോ എന്നെ പിടിച്ചിരുന്നോ? ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരും. പിടിച്ചിരുന്നോ? പറഞ്ഞേ ഉള്ളു പറഞ്ഞേ ഉള്ളു. പറയാനുള്ള നമ്മള് പറയണല്ലോ. ആട്ടമൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, പുതിയൊരെണ്ണം കിട്ടിയെന്നാണ്. ഇതേതാ പുതിയതാ? എന്റെ തുണിന്റെ ഇതൊക്കെ പോണത് ഇതിന് സെറ്റാക്കി വെച്ചാ എന്തായാലും അത് പോവും. ഇതിന് സിന്നത്ത് നമ്മള് കഴിക്കും. നമ്മളിപ്പോ മഴ പെയ്യങ്ങൾ അടങ്ങിയിരുന്ന എന്താണിത്? മഴയില്ല മഴ പോലും മോന്റെ ശരീരത്തിലേക്കുള്ള ശരീര പ്രവാഹങ്ങളിൽ നിന്നും താരം കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞേ ബാത്റൂം പോകുമ്പോ? അപ്പി പോകുന്നില്ല, ഓക്കെ എന്തോ തടസ്സം പോലെ. മതി, ബാക്കി ഞാൻ എടുത്തോളാം. ആശുപത്രി കൊണ്ടുപോയതല്ല അങ്ങനെ എടുക്കാനായിരുന്നെങ്കിൽ. അയ്യോ ഓരോ കളികളെ കൊരാപ്പന്നല്ല കൊരാപ്പന്ന് ഒരുത്തൻ. ഓക്കെ, അപ്പോ രണ്ട് പിള്ളേരും നേരെ വരിക, എന്റെ വണ്ടിയിലേക്ക് കേറുക. ആപരവിടെ നടക്കൂലേ? ഇപ്പൊ ആദ്യം പറഞ്ഞിരിക്കാം. ഇതെന്താണ്? അങ്ങനല്ല, നമ്മുടെ കർമ്മങ്ങൾ ഒരു കർമ്മം കൂടി ബാക്കിയുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. വരുമോ? ഉടനെ വരും. പേടിക്കാതിരിക്കാം. ഇതെന്താ മാലയൊക്കെ ഇത്? നിങ്ങൾ പരിപാടിക്ക് വല്ലതുമാണോ പോകുന്നത്? എന്തിനാ അവരെ കൊണ്ടുപോണേ? എന്റെ കൊച്ചല്ലേ? എവിടെ ഇത് കൊണ്ടുപോണവരെ അലീന? ചെറിയ ഉസ്താനാ? ചെറിയ ഉസ്താദ് ചെറിയ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ വരും. വണ്ടി പോയി. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അൽഫാം അടിച്ച് തിന്നട്ടെ. എലി എവിടെ? പിള്ളേര് ചെറിയ കർമ്മം ചെയ്യാൻ പോയതാണ്, അത് കഴിഞ്ഞ് ഇങ്ങ് വരും. എലി എവിടെ? ഇവിടെ നിൽക്കായിരുന്ന. ഇവിടെ നല്ല ആഴണ്ടാ. ഇതിന്റെ ആഴം കണ്ടാ? എടി ഇങ്ങോട്ട് വന്ന് നിന്നെ പിടിച്ചോണ്ടിടാനൊന്നും എന്നെ കൊണ്ട് പറ്റൂലല്ലോ. നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട്. എനിക്കറിയാം നിനക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലെന്ന്, പക്ഷെ ഞാൻ ഇവിടെ ദൂരെ നിന്ന് കണ്ടോളാം ചന്ദ്ര. അതാണ് എന്റെ ആരോഗ്യത്തിൽ നടന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെ ചന്ദ്ര നിന്നെ ഇങ്ങോട്ട് വേറെ കാര്യം പറയാം. ഇങ്ങോട്ട്
ഒരു സീക്രട്ട് കാര്യം നീ പറയണ്ട, ആരെല്ലാം കാണുന്നുണ്ടോ നമ്മളെ? ഇല്ല 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 ഇല്ല. അതായത് ദേവന്മാരുണ്ടല്ലോ, ഉം. പറയട്ടെ. എടാ ഇവിടെ ആരും പൊക്കാൻ പോലും വരൂല ചന്ദ്ര. എല്ലാം ഡീൽ ചെയ്യാം. ഒരു സെക്കൻഡ്. ആ ആളൊന്ന് എന്നെ കൊന്ന്. ആ തലയിറങ്ങിയാണ് എന്ന് നിന്നെ എവിടെ കണ്ടതിനെ കൊല്ലുവനി? നീ ഉണ്ടാക്കുന്നേ. എടാ ആരും പൊക്കാൻ പോലും പട്ടി. ചന്ദ്ര വെള്ളത്തിന്റെ ആഴം ഒന്ന് നോക്കിട്ട് വരുമോ നീ ഒന്ന്? അമ്മേ അയ്യോ വിടല്ലേ ചന്ദ്ര, എന്നെ വിടല്ലേ. മുമ്പില്ലാതാ. എനിക്ക് വയ്യ. ആരെങ്കിലും ഒന്ന് വരണേ എന്ന് വലിച്ചു കയറ്റണേ. ചിരിക്കണ ഞാനേ നിന്നോട് വിട്ടാലേ നീ ഇല്ല ഇനി കേട്ടാ. വിടല്ലേ കേട്ടാ ഇവിടെ വിട്ടാ ഇല്ല നീ. വിടല്ലേ. ട്രാവൽ ബ്രോ ഇത് നിന്റെ തന്ത വെച്ച കാശുണ്ട് ഇപ്പൊ കാണിച്ചേരാ ഞാൻ. നിനക്ക് പിന്നെ വെക്കാൻ തന്നില്ലാത്തോണ്ട് എന്റെ തന്തയെ വിൽക്കാറില്ല, നിന്റെ തന്തയെ വിൽക്കത്തുള്ളൂ. ഇല്ല ഇല്ല, നിനക്ക് ഇല്ലാത്ത സാധനം എങ്ങനെ ഇവിടെ കട അഹങ്കാരി. എടാ ഞാനേ രക്ഷപ്പെട്ടിട്ട മോളിൽ നിനക്ക് എന്റെ മുണ്ട് കേട്ട് തരാം കേട്ടാ, പിടിച്ചു കയറാൻ. ഇനി മുണ്ടിട്ട് തരാം. മറ്റേ വലിഞ്ഞേറുന്ന സാധനം എന്ത് ഏതായിരുന്നു? പാർക്കോറല്ലേ അത്? ഇപ്പൊ അടി മോളെ മോളെ അടുത്തേ എടി ഞാൻ ചാടി ഉണ്ടാ ഇതുണ്ടേ കണ്ടാടി നീ നിന്നെ എടുക്ക അടക്ക നീ. ഇതൊക്കെ നാക്കല്ലേടി, ഇതൊക്കെ നാക്കല്ലേ. ദൈവത്തിനെ വിളിച്ച് പൊക്കാൻ പറ. ദൈവത്തിനെ വിളിച്ച് പൊക്കാൻ പറ. എടാ നീ വെറും ദുഷ്ടനാണ്. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലണത്? എടാ അതെ മറ്റേ ഹോമ കുണ്ടലോ ഒന്ന് ഒരുക്കണേ. കുണ്ടലോ? എടാ ഒരു ബലി കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഞാന് ഇവിടെ ഈ കടല് കാണാൻ വന്നേ കാല് തെറ്റി വീണതാ. ഞാൻ എന്റെ ജീവൻ കൊടുത്താ രക്ഷപ്പെട്ടു. എന്റെ മുണ്ടില്ലേ ഇതിട്ട് കൊടുത്ത അവളെ കയറ്റിയത് ഞാൻ. അറിയോ? സംസാരിക്കാതിരിക്ക ചന്ദ്രൻ ചേട്ടാ, മോനൊക്കെ നല്ല പോഷകാരമുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ഓനോട് ചോദിച്ചു പൊറോട്ട ഇറച്ചി ഇഷ്ടമാണോ, മോന് വേണമെന്ന്. നമ്മള് അവന് വയ്യാത്തോണ്ടാണ്, വയറിന് അവന് ചെറിയ ഇതുണ്ട്, വലിയൊരു അസുഖമുണ്ട് ചെറുതായിട്ട്. അവന് വലിരോഗമുണ്ട്. കൊള്ളാം നല്ലതൊക്കെ. ഞാൻ പോണ പുറത്തേക്കുണ്ട്. പോണ് അതേനാ എന്താണ് ഇനി അവൾ എങ്ങനെ? ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടി വന്നു. रसीद रसीद अपना जंगल का बात रसीद 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 அம்மா அவங்க இப்போ இங்க யாரோ விழிக்க போறாங்க. அதெல்லாம் ചോദിച്ചു. നിനക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? അവര് എവിടെ കൊണ്ടുപോയേ அப்படின்னு சொன்னாங்க. ഇത് ഒന്നും അറിയത്തില്ല. നിങ്ങളെ വണ്ടി എനിക്കറിയാൻ വണ്ടി
സൗണ്ടടിപ്പിച്ച് എന്തോ പറഞ്ഞിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കേ ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്തിനാടാ ഈ ദേഹത്തുനിന്ന് മാറുന്നത്? ഇതുമായിട്ട് അങ്ങ് ജീവിക്കും. വേണ്ട 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 ഇതുമായിട്ട് ജീവിച്ചാ ഭയങ്കര പ്രശ്നമാന്നേ. ആൾക്കാരൊക്കെ ഒന്ന് പറയോ ചന്ദ്രന്റെ അബദ്ധം നടന്നു പോകുന്നു. അത് സത്യ സത്യമാണ്, കണ്ടാമ ഒരു അംഗീകരിച്ചു. വേറെ എന്തോ നിനക്ക് ഇതിന് തോന്നുന്നത്? വേറെ സൂര്യായിട്ട് എന്തൊക്കെ എവനിങ്ങനെ ഉള്ളത് ദിവസം മൊത്തം വളിയിട്ട് നടക്കാൻ പറ്റുമോ? അല്ല ഈ മറ്റേ സൂര്യായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്ക് ഈ മറ്റേ ഇറച്ചി മാംസമൊക്കെ കാണുമ്പോ ഛർദിക്കാൻ വരുന്നു. പിന്നെ രാവിലെ എണീക്കുമ്പോ തന്നെ വളി വിട്ടോണ്ടിരിക്കുന്നു. ഹലോ അങ്ങനെ ഓരോ കഷ്ടപ്പാടാ. പിന്നെ സൂര്യക്ക് വന്ന മാറ്റം നമ്മളെ ഹലോ ഈ ചെക്കൻ ഭയങ്കര ആ കേക്ക പറഞ്ഞോ. നിങ്ങൾ ബീച്ച് കാണാൻ വന്നതാ അതോ എന്തേ? ഹലോ സലാം. ഹലോ വന്നാണ്. ഹലോ 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 ശരിയായോ? ആ ഉസ്താദെ ഇവിടെ ഇരുന്നോളൂ. ഉസ്താദെ ഓതി കൊടുത്തോളൂ. ഒരു ഹോമം കൂടെ ഉണ്ട്, ചെയ്ത് കൊടുത്തോളൂ. ഹോമം ചെയ്ത് പിള്ളേരെ ഇല്ലാതാണെന്നാ എനിക്ക് തോന്നുന്നത്. രണ്ടിനെ കടല് താത്തല്ലോ ഇന്ന്. പക്ഷെ ദേഹം ഇക്രമോനല്ലേ? നിനക്കിത് കളഞ്ഞൂടെ ഇതിനെയാണ്? അപ്പൊ ഓതയാണ് ഇവിടെ, ഒരു ഓതയാണ്. അപ്പോഴത്തേക്ക് ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഇതിപ്പോ ഇവിടെ പ്രത്യക്ഷപ്പെടും. അപ്പൊ അതുവരെ മക്കള് ഞാൻ ഇപ്പൊ ഓതി തരും, അതൊന്ന് ഓതുക്കാം. അപ്പോഴത്തേക്ക് ഒരു ദൈവം ഇവിടെ പ്രത്യക്ഷപ്പെടും. അത് നമ്മളെക്കാളും വലിയൊരു ആളാണ് വരുന്നത്, മനസ്സിലായോ? നിങ്ങളാക്കിയ ആളിപ്പോ ഇവിടെ വരും. അപ്പൊ അയാളെ വിളിച്ചവർക്ക് ഈ കർമ്മം ചെയ്യാൻ കൊടുത്താ പോരായിരുന്നു ഈ ഇത്? അല്ല അത് നമ്മൾ പറഞ്ഞാലേ വരത്തുള്ളൂ. നിങ്ങൾ ആരും പറഞ്ഞ അവര് വരത്തില്ല. എന്നാ പെട്ടെന്ന് വരുത്ത്. അപ്പൊ നമ്മളത് ഓതട്ടെ. ഓദിക്കോ. വന്നിട്ട് ഇവിടെ പിള്ളേരെ മാറ്റിയ കത്തിച്ചു വിടും. അങ്ങനെ ഞാൻ കത്തിക്ക. നിങ്ങളായാലും കത്തിച്ചാ മതി. വെടി എടാ കത്തിക്കണ്ടേ? കത്തലല്ല, ഉണ്ട പോണില്ല. കത്തിക്ക ആരല്ലോ. ഉണ്ടല്ല വെടിയിക്ക. നമ്മളെ മുമ്പിലോട്ട് വരാനുള്ളതാണ്. നമുക്ക് ഈ രണ്ട് മക്കളെ നല്ല രീതിക്ക് കാണണമെന്നുണ്ട്. പെട്ടെന്ന് തന്നെ വരട്ടെ. പെട്ടെന്ന് കത്തിയാലേ വരത്തുള്ളൂ, കത്തിയില്ലെങ്കിൽ വരത്തില്ല. കത്തി അപ്പം വരണം. പിന്നെ ഇത് ഹെലികോപ്റ്റർ വരുന്നുണ്ടല്ലോ. ഹെലികോപ്റ്ററാണോ പറഞ്ഞ ദൈവം? കൊള്ളാല, മോഡേൺ ആണോ? ഇങ്ങോട്ട് വേറെ വലിയ പ്രശ്നം ഇത്. ഈ രണ്ട് കുട്ടികളെ ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളതാണ്. ആര് ക്യൂട്ട്? ഇവർ രണ്ടുപേരും ചേച്ചി നായിന്റെ മോളെ ഇരി. അതിനെന്താ ചെയ്യാനുള്ള ഇരിക്കി. വേറെന്തോ ഇത് മമ്മി സീരീസ് എന്തോ ഇത്. ഹലോ ചന്ദ്രൻ. ഇതാര്?
ഹലോ ആ ആ പറഞ്ഞോ ആൾക്ക് മാറ്റാൻ പറ്റൂലെന്നാ പറയുന്നത്. പിന്നെ എന്തിനു മുമ്പാ നമ്മൾ വന്ന് നിൽക്കുക കുറെ നേരം എന്റെ നല്ല കുണം മാറ്റില്ലെന്ന് പറ മാറ്റാൻ പറ മര്യാദക്ക് നമ്മള് പിന്നെ മൂഞ്ചാൻ ഇവിടെ വന്നിരിക്കണേ കുറെ നേരമില്ലേ മെയില് ചിമ്പു എന്തിന് നമ്മള് അല്ല പ്രേതല്ല നമ്മള് കൊറേ നേരമില്ലേ ഇതെന്തിനാ ഓജോ പോലെ കളിച്ചോണ്ട് നമ്മള് അല്ലാ എടിവായി കടലിൽ ചാടി രക്ഷപ്പെടാം വാ ഇത് കൊണ്ടുപോയത് ഞാൻ മറ്റേ സ്വിമ്മിങ് സൂട്ട് തരാം എന്താ ഇത് ലോക്കൽ പരിപാടി ഇത് നാടക ഡ്രസ് അത് അലീനെ പോയി ചോദിച്ചിട്ടോ നീ എനിക്കങ്ങോട്ട് നോക്കാൻ വയ്യ അലീന നിന്നെ വിളിക്കുന്നു നിന്നെ വിളിക്കുന്നു ഈ മുണ്ട് വലിച്ചിട്ട് ഉസ്മാനെ ഉസ്താദെ ഈ മുണ്ടെന്ന് വലിച്ചു കെട്ട് ഇവിടെ കൊറേ നേരെ ഓൻ അവിടെ കിടന്ന് വലിക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ കിടന്ന് ഉറുമ്പാന്ന് പറ. പിള്ളേരെ കേസല്ലേ, പിള്ളേരെ മാറ്റാൻ പറ. അത് തന്നെ മാറ്റാം. നിങ്ങളെ പിള്ളേരെ അവിടെ അകത്തേക്ക് നിങ്ങൾ ഇങ്ങനെ എന്നാലാ പിള്ളേരെ മാറ്റാ. ഞങ്ങൾ എന്തിനാ വരണത്? നിങ്ങള് വേണം നിങ്ങളല്ലേ പേടിയാണോ നിങ്ങൾക്ക്? നിങ്ങൾ ഇവിടെ ശവരം ചെയ്യാനാണ് നിക്കണേ? ഞാൻ ചോദിക്കട്ടെ. മുണ്ട് വേണ്ട നനഞ്ഞല്ലോ. അനാവശ്യം പറയരുത്. മുണ്ട് നനഞ്ഞ മുണ്ട് മാറ്റി കാര്യം പറയാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടേ? കേക്ക് അങ്ങോട്ട് തെള്ളിക്കയറ്റാണോ നിങ്ങൾ ഈ പറയുന്നത്? തെള്ളിക്കയറ്റാണോ പറയുന്നേ നിങ്ങള്? പിന്നെ നിങ്ങളും കൂടെ വേണം. ഞങ്ങൾ എവിടെ ഇരിക്കണം? നിങ്ങൾ കേക്കൂ പറയുന്നത്. 108 പ്രാവശ്യം നിങ്ങൾ ഇവിടെന്ന് ഒന്നെങ്കിൽ ഓമം ചൊല്ലണം. നിങ്ങൾ അച്ഛനമ്മമാര് ഓമം ചൊല്ലണം 108 പ്രാവശ്യം. അല്ലെങ്കിൽ ഇവിടെ 108 വട്ടം ഇവിടുന്ന് വട്ടം ചുറ്റണം. നിങ്ങൾ ചെയ്താൽ മാത്രമേ മാറത്തുള്ളൂ. നിങ്ങൾ അച്ഛനമ്മമാര് മാത്രമേ ചെയ്താൽ മാത്രമേ മാറത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അവർ രണ്ടുപേരും അങ്ങനെ സ്പ്ലിറ്റ് ആവും. ഓക്കെ ആയിക്കോളും. സമ്മതം. പിള്ളേര് മാറണ്ട അങ്ങനെയാണെങ്കിൽ. പിന്നെ 108 പ്രാവശ്യം കറങ്ങാൻ. പിന്നെ എനിക്ക് എനിക്ക് തലയ്ക്ക് ഓളല്ലേ 108 പ്രാവശ്യം കറങ്ങാൻ. കരയുന്നു. അതെ ചോട്ടെ. ഒരു 55 വർഷം കറങ്ങി കഴിഞ്ഞാൽ പകുതി മാറുമോ? 55 വർഷം കറങ്ങിയ അടുത്ത ഇക്രൂമിന്റെ അച്ഛനും അപ്പുറത്തോട്ട് വന്നേ. ചന്ദ്ര ഞാനൊരു കാര്യം പറയട്ടെ. സൂര്യബോസ് എന്ന് വിളിക്കേണ്ടി വരും. രാവിലെ എണീറ്റ് ഇക്രൂനെ കണ്ടിട്ട് സൂര്യ എന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ കറങ്ങ മഴയും വരെ മാറി തുടങ്ങി. മാറി കറങ്ങ വാ അലീന്റെ വാടി. 1 അത് സമ്മതമാണെങ്കിൽ ഇപ്പൊ ഓക്കെയാണ്. 2 മഞ്ഞൊക്കെ പെയ്യുന്നത് അവരോടി തുടങ്ങി. നിങ്ങൾ ഓടണം എന്നാ മാത്രമേ നടക്കുള്ളൂ. 3 നിങ്ങളാണ് ഇവിടുത്തെ. നിങ്ങളെ 4 ഓടി ഓടിക്കോ. 1 2 3 സ്റ്റാർട്ട്. ഓട്. സോറി സത്യം. ഒരു വാക്ക് ഓടിയില്ല. എന്തിന്റെ കാര്യം ഉണ്ടായിരുന്നു എനിക്ക്? അല്ല ബാക്കി വണ്ടിയിൽ കറങ്ങിയാ പോരെ? താഴാ
സോറി കൈതട്ടി ഓടങ്ങള് പോടാ. പിള്ളേരെ കൈതട്ടി സോറി കൈതട്ടി 50 തറ്റവരിലെ അള്ള പടച്ചു. സോറി മാറല്ലേ. അയ്യോ സോറി എന്താ ഇത് നടക്കണേ? ഉണ്ടാക്കിയതല്ലേ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ ഓർറാ. ചുമ്മാ ഇടി. ഓട് മിസ്സാടാ കയ്യിലിരിപ്പ്. 108 അവളോട് അവക്കാണ് കൂടുതൽ സ്നേഹം അവക്കാണ്. മാറ്റി അകത്തോട്ട് കയറുക. നിങ്ങളെല്ലാം നേരത്തെ അകത്തോട്ട് കയറുക. എന്റെ പേര് ദേഹത്ത് ഇപ്പൊ മാറും. അത്രേ ഉള്ളു. ആര് കൊണ്ടുപോണ? പിന്നെ മാറും. എന്റെ കയ്യിൽ നിന്ന് പോകണല്ലോ ഇത്. അല്ല ഇത് എന്റെ കയ്യിൽ ചാടിക്കേറിയതാണ് ഇത് ചാടിക്കേറി എടുത്ത്. ഇത് കൈ താഴെ ഇട്ടാലേ മാറത്തോളൂ. ഇത് മാറത്തില്ല. ഇത് കൊച്ചു തലയിലായിരുന്നു. സൂര്യബോസിന്റെ ദേഹത്തൊക്കെ വിളിക്കേണ്ടി വരും. അവിടെ കൊണ്ടുപോയി തലയിലായിരുന്നു കൊച്ച്. വണ്ടി കയറി ചന്ദ്ര വണ്ടി കയറി. മതി ഇവിടെ കിടന്നോട്ടെ. ഓക്കെ ശരീരം എന്താ നടക്കണേ? പറ്റൂലെങ്കിൽ പറ്റൂന്ന് പറഞ്ഞാ പോരെ? അപ്പുറത്ത് സൂര്യബോസിന്റെ ശരീരം എന്താ ഇതൊക്കെ? അമ്മേ ഇതോട് ഇല്ല. ഹലോ ഓക്കെ അല്ലേ? ഹലോ ഹലോ ബ്രോ ഹലോ.
ഹലോ 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 എന്നിട്ട് കായലിടണേ കായല് ഓക്കെ 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 പൊന്നേ ചെവിടിച്ച് അതെ ചന്ദ്ര ഏവളുടെ പോയത് നിന്റെ അച്ഛൻ പോയി ഞാൻ വരുന്നു സൂര്യ ശരിയായി അറിയാലോ അയ്യോ ഇതിനൊന്നും കണ്ടുകൂടാ പെട്ടെന്ന് ദൂരോട്ട് പോ ചന്ദ്ര നമ്മുടെ എന്താ കുറുകട അങ്ങനല്ല നമ്മള് പേയ്മെന്റ് ചോദിക്കുന്നത് ക്യാഷ് വെച്ച് സ്വൈപ്പാണ് സ്വൈപ്പ് ചെയ്യാം പിന്നെ കുറച്ച് കാശ് ചെലവുണ്ടായിരുന്നു. അപ്പം ചന്ദ്രൻ അല്ല ഇക്രോ സൂര്യ എല്ലാം ഓക്കെ അല്ലടാ ഓക്കെ അല്ലേ ഒന്നുകൂടെ ഒന്ന് നിക്രൂര് നോക്കിയല്ല സേഫ് അല്ലേ ഒന്ന് റീകൺഫേം ചെയ്യാനാ പറഞ്ഞത് ചെറിയ പാർട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ ഇതാവൂന്ന് പറഞ്ഞായിരുന്നേ ഇല്ല ചന്ദ്ര ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഓക്കെ 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 ഓക്കെയാണ് നിങ്ങൾ അവർ രണ്ടുപേരും ആരാണ് എടാ അതെ ഓക്കെ അല്ലടാ നീ നിക്കറൂരിട്ടൊക്കെ നോക്കി എല്ലാം സേഫ് അല്ലേ സാധനങ്ങളല്ലേ ഇല്ലേ ഹഗ് തരാം ഇപ്പൊ തരാം മകൻ തിരുമ്പി വന്നിട്ട് ഓക്കെ അല്ല ശരി പറഞ്ഞോളൂ പറഞ്ഞു ഉസ്മാനെ ഉസ്താദേ ഉസ്താദേ കാശ് നമ്മളെ അക്കൗണ്ടിലോട്ട് ഇട്ടുതരാം കാശല്ല കാശൊന്നും വേണ്ട പിള്ളേ മനസ്സിലായല്ലോ എന്താണ് നമുക്ക് പെട്ടെന്ന് പോകാം കേട്ടാ ഇത് ഈ സ്ഥലം ശരിയല്ല പോയാലോ അലീനെ വേണ്ടുന്നതാണോ ഞാൻ എടുത്തോട്ടെ എനിക്ക് ഓനെ ഇഷ്ടമായി നമ്മള് ജയിച്ചിട്ടുള്ളേ അടിപൊളി വിഷയം ഞാൻ കണ്ടോളാം ഇത് കഴിഞ്ഞിട്ട് കണ്ടോളാം ഇല്ല നമുക്ക് പോണം അർജന്റായിട്ട് ഈ വണ്ടിയും തരാമോ ഓക്കെ താങ്ക് യു നമുക്ക് എല്ലാത്തിനും വളരെയധികം ഉപകാരങ്ങൾ നന്ദിയുണ്ട് കേട്ടോ നന്ദിയുണ്ട് ഓക്കെ നമ്മൾ അടിച്ചല്ലേ വിഷയം ഞാൻ ഇത് കഴിഞ്ഞിട്ട് നോക്കാം അതെ കേറി പോവാം പെട്ടെന്ന് കേറുക അടിക്കാതെ അതെ ആണാ അപ്പൊ നമ്മളുടെ ജെറ്റ് എവിടെ ചന്ദ്ര ഇപ്പൊ മുങ്ങി കഴിഞ്ഞാൽ കാശ് കൊടുക്കാതെ പോകാം കേട്ടോ. വേറെ ആരെങ്കിലും വരാറുണ്ടോ? മോളെ ഇപ്പൊ റെഡി നീ കാശൊക്കെ ഡിലേ ചെയ്തില്ല ചന്ദ്ര ഞാൻ ഇവിടെ ആണാ ഓക്കെ അപ്പൊ നമ്മളങ്ങനെ ഹെലിയില് പോവൂലേ നീ എന്താ പറയുന്നേ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേറ് ഭാഗ്യം ഇതെവിടെയാ പോകുന്നേ എത്ര കണ്ടിരിക്കുന്ന ജോണി ഇന്നെ തള്ളക്ക് എവിടെ ഇല്ല അത് ഓടില്ല റിപ്പയർ കിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ല നമ്മളിപ്പോ തിരിച്ചു വരാവേ
ടി വിയിൽ മാച്ച് കാണാം കേട്ടാ. സുനാമി വന്നപ്പോൾ അവർക്ക് നിങ്ങളുടെ ഹെലി എടുത്തേക്കുന്നേ. കാടിറങ്ങിയോട് அது கஷ்டம், நாங்க வரது கஷ்டம் மாமி. அம்மா அப்பா திருடிட்டாரு, திருட்டப்பா. ഇന്ന് ഇവരെയും കൊണ്ട് കുറച്ച് കളികളുണ്ട് ഇപ്പൊ നായി. വരുന്നേ നിക്കണേ. എത്താറായേ ഇപ്പൊ വരുവേ. சிட்டி வந்துட்டு அப்பா திருப்பி அவட வெளிக்கு வரும். வெடிக்க வேணாம். அப்பா அப்படி பண்ணாதப்பா. அப்பா இப்படி பண்ணாதப்பா. അമ്മ പ്രേതം കൊണ്ടുപോയി, അമ്മയെ പ്രേതം പിടിച്ച്. അയ്യോ കൊണ്ട് നിറഞ്ഞു. பாப்பா அந்த பிரிட்ஜ் அடியில போப்பா, அந்த பிரிட்ஜ் கீழ ஒண்ணு இருக்கு பாரு, அது உள்ள போ. எனக்கு பத்தல. தலனுக்குள்ள போப்பா. അയ്യോ റോബോട്ടി ഹെലി കിട്ടിയോ? ചന്ദ്രൻ அப்பா அம்மா நான் எத்தனையோ வாட்டி அனுபவிச்சிருக்கேன், இப்ப நீ அனுபவி. പോടാ. ഞാൻ വരുമല്ലോ ഇപ്പൊ വിളിക്കാൻ. തീയത്തി ചത്ത പറഞ്ഞ പണ്ടോട്ട് എന്റെ മാമൻ പറഞ്ഞോണ്ടേ സൈവല്ലേ നീ. ஏப்பா இப்படி பண்ற? സൈവല്ലടാ. സൂര്യ അവരുടെ അടുത്ത് പറയടാ നമ്മൾ ചത്തു. രക്ഷപ്പെട്ടു അലീന. അതെ, അപ്പൊ നാളെ ദുരിതാശ്വാസ ക്യാമ്പിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യണം, എനിക്ക് വന്നിട്ട് വേണം. അപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ട് ഇറങ്ങണേ.